താങ്ക് യു സാബ്. ഇൻഷാ അല്ലാ. ഞാൻ നാട്ടിൽ നിന്ന് വന്നതാണ്. കണ്ടപ്പോൾ മനസ്സിലായി. എന്റെ നാട്ടുകാരൻ ഒരാളുണ്ട് ഇവിടെ, മമ്മൂക്ക. ഇവിടെ ഒന്ന് തിരഞ്ഞാൽ 100 മമ്മൂക്കയെ നിങ്ങൾക്ക് കാണാം. ഏത് മമ്മൂക്ക നിങ്ങൾക്ക് വേണ്ടത്? ചാവക്കാട്ടുകാരൻ. എനിക്കറിയില്ല. കച്ചവടം. വേറെ ആരോടെങ്കിലും ചെന്ന് അന്വേഷിക്കും. ഞാൻ തൃശ്ശൂർ അടുത്ത. ചാവക്കാട്ടുകാരൻ ഒരു മമ്മൂക്കയുടെ കച്ചവടം എവിടെയെന്നറിയും. എന്ത് കച്ചവടം? അതറിയില്ല. എന്നാൽ ഒരു കൊല്ലം നടന്നാലും ആളെ നിങ്ങൾ കാണില്ല. മലബാറി ആണെങ്കിൽ പേരറിയാത്തവരൊക്കെ ഞങ്ങൾ വിളിക്കാം മമ്മൂക്കന്നാ. अलजासिम कंपनी का काम किधर चलता है? उनको मालूम है कंपनी का काम किधर का चलता है? नहीं मैंने दूसरे किसी से पूछा साहब. इधर बहुत कंपनी का काम चलता है. നിധികുംഭങ്ങൾ വാരിയെടുക്കാൻ കടൽ കടന്നു വന്ന രാജകുമാരന്റെ ഔദ്യോഗിക ജീവിതം ഇന്ന് ആരംഭിച്ചു. നാട്ടിലെ മീനച്ചൂട് നിലാവാണെന്നും അമ്പലച്ചിറയേക്കാൾ മനോഹരമായൊരു വസ്തു ഈ ഭൂമുഖത്തിൽ നിന്നും ജ്ഞാനം നേടിയ ദിവസം. ചാവക്കാടുകാരൻ മമ്മൂക്കയുടെ കച്ചവടം എവിടെയാണ്? ഹലോ, ചാവക്കാടുകാരൻ മമ്മൂക്കയുടെ കച്ചവടം എവിടെയാണ്? മമ്മൂക്ക അറിയില്ല, വേറെ ആരോടും ചോദിക്കും.
എന്തൊരു ചൂടാണ് ദൈവമേ. ചൂട് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അപ്പളേ ചാവക്കാട്ടുകാർ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? മമ്മൂക്ക. മാളുവമ്മയുടെ മകൻ രാജൻ ബോംബെയിലുണ്ട്. അടുത്ത അക്കരെ എത്തുമെന്ന് അബു എഴുതിയിരുന്നു. ഇത് 5-6 മാസം മുമ്പാണ്. 5 മാസം ബോംബെയിൽ കറങ്ങി. ആരെയും കണ്ടു പറയാൻ പറ്റിയ ഒരു സമയമായിരുന്നില്ല. അമ്മയോടും പറഞ്ഞില്ലേ? അബുവിന് പിന്നെ ഞാനൊരു കത്ത് എഴുതി. മറുപടി കിട്ടി. ഞാൻ നാട് വിട്ടതിന്റെ 3-ാം മാസം. അമ്മ മരിച്ചത് അപ്പോഴാണ് അറിഞ്ഞത്. അവൻ എനിക്ക് എഴുതില്ല. മാളുവമ്മക്ക് അത്ര പ്രായമൊന്നും ആയില്ലല്ലോ. മമ്മൂക്കയുടെ കൃത്യമായ വിലാസവും മറ്റും തിരക്കി വീണ്ടും എഴുതി. അതിന് മറുപടി കിട്ടുന്നതിന് മുമ്പേ ഏജന്റുമാർ ബഹളം കൂട്ടി പുറപ്പെട്ടു. ഇവിടെ ചാവക്കാട്ടുകാരൻ മമ്മൂക്കയെ കുറെ അന്വേഷിച്ചു. വേറെ ഒരു 100 മമ്മൂക്കമാരുടെ വിവരം കിട്ടി. ആർക്കും ആരുടെയും കാര്യം പറഞ്ഞു കേൾക്കാൻ ഇവിടെ നേരമില്ല. അധികം പറഞ്ഞ് വല്ല പരിചയക്കാരുമാണെന്ന് വന്നാൽ കൊയങ്ങില്ലേ. അതുകൊണ്ട് എല്ലാവരും വഴി മാറിയേ നടക്കൂ. ഇങ്ങെടുക്കുക. ഇതാണ് സംഗതികളുടെ കിടപ്പ്. ഇപ്പൊ മനസ്സിലായ? നാട്ടിലുള്ളവരുടെ വിചാരം ഇങ്ങോട്ട് കടന്നാ പൊന്ന് വരാമെന്നാണ്. അടുത്ത വെള്ളിയാഴ്ച വരെ നിൽക്കി. അപ്പോഴത്തേക്ക് എന്തെങ്കിലും വഴി കാണും. ഞാൻ വരും. വരുമ്പോഴത്തേക്കും വിളിച്ച് ഉദ്യോഗം തരുന്ന കാലമൊക്കെ പോയി. ഇന്ന കുറച്ച് പൈസ വെച്ചോളി. ഇപ്പൊ വേണ്ട മമ്മൂക്ക, വേണ്ട. മടിക്കണ്ടട്ടാ. ഇപ്പൊ ഒന്നും വേണ്ട. ഇൻഷാ അല്ലാ അടുത്ത വെള്ളിയാഴ്ച കാണാം. ഞമ്മള് പോട്ടെ. ബാ രാജ. ഇരിക്ക് രാജ. ഓ അല്ലാ, ഇന്ന് വെള്ളിയാഴ്ചയല്ലേ? പാഹന്മാരാരും വന്നിട്ടില്ല. ചിലവര് സിനിമക്ക് പോവും, ചിലവര് മിനുങ്ങാൻ. ഒഴിവ് കിട്ടിയ മുഴുവൻ സമയവും ഉറങ്ങിക്കൊണ്ടുള്ള ആഘോഷമാണ് കുട്ടനായർക്കുള്ളത്. എത്ര ആളുണ്ട് ഇവിടെ? ഇപ്പൊ രാജനടക്കി 6-7 പേർക്ക് ഇവിടെ ഇതുപോലൊരു മുറി കിട്ടുകയെന്ന് വെച്ചാ സ്വർഗമല്ലേ? ആ മമ്മൂക്കയുടെ ആള് വന്നുവല്ലേ? വന്ന് ഒന്ന് എണീക്കുന്നു. പുതുതായിട്ട് ഒരാള് വന്നപ്പോഴാണ് നിങ്ങളുടെ ഒരു ഉറക്കം. ലോഞ്ചിൽ എത്ര ആള് വന്നു? 21 ആള്. സൈറ്റിലെ ട്രെയിനിങ് കിട്ടിയല്ലേ? ശരിയായ ദുബായിക്കാരനാവണമെങ്കിൽ ഈ പടികളൊക്കെ ചവിട്ടണം. നാട്ടില് സംഗതി വല്ലതും അറിയോ? സൂട്ട്, റേബോൺ കൂളിംഗ് ഗ്ലാസ്, ഫോറിൻ സിഗരറ്റ്, പ്ലെയിൻ ഇറങ്ങി വരുന്ന വരവ് കാണണ്ടേ? നാട്ടിൽ ജോലിയില്ലാത്ത പിള്ളേര് കാണുന്നത് ഇതല്ലേ? കയ്യിലൊരു നാഷണൽ പാനസോണിക്, അത് മമ്മൂക്ക വിട്ടുപോയി. ആ ജോലി ചെയ്താൽ കാശ് കിട്ടും, അത് നേരാ. ചോര നീരാക്കാൻ ഒരുക്കമുള്ളവർക്ക് ഇവിടെ രക്ഷയുള്ളൂ. വരുമ്പോഴേക്കും 4000-ഉം 5000-ഉം തന്ന് ജോലി തരാൻ അറബികൾ പിടിയും വലിയും നടത്തും. ഇതൊക്കെയായിരിക്കും നാട്ടിൽ ഇപ്പോഴും കഥ അല്ലേ? ഇവിടെയും സ്ഥിതി മാറിയെന്നറിയാഞ്ഞിട്ടല്ല. എന്തെങ്കിലും തരികളെ ഒപ്പിച്ചിട്ടുണ്ടാവും. മമ്മൂക്കയല്ലേ ആള്? ആകെ കുഴപ്പത്തിലാണ് എന്റെ കുട്ടനായരെ. ഗുരുവായൂർക്കാരൻ പണിക്കര് വഴി 5-8 പേരെ ഓരോ സ്ഥാനത്ത് കയറ്റി. ഇനി അങ്ങോട്ട് അടുത്തുകൂടാ. മേനോൻ വഴി 3-4 പേർക്ക് ജോലി കൊടുത്തു. ഇനി ആ വഴി കടക്കാൻ പാടില്ലെന്നാണ് കണ്ടീഷൻ. കണ്ടാ കുറച്ചാണ്. ഇതൊക്കെയാണെങ്കിലും ആള് ശുദ്ധനാണ് കേട്ടോ. ഇവിടെ കുറെയൊക്കെ ഭാഗ്യം പോലെ ഇരിക്കും. ഇപ്പോഴിവിടെ വലിയ സ്ഥാനത്ത് ഇരിക്കുന്ന പലരുടെയും ക്വാളിഫിക്കേഷൻ എന്താ? തലയിലേക്കാണ് ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ്. പടച്ചോണ വേണ്ടോടത്ത് ഒപ്പിട്ട അവൻ കരപറ്റും. ഇത്തവണ നമ്മൾ വേറൊരാളെ നോക്കി വെച്ചിട്ടുണ്ട്. രാജന്റെ തലയിലേത്തിന്റെ ബലം പോലെ ഇരിക്കും ബാക്കി കാര്യം. വർഗീസേ, ഇതാണ് ഞാൻ പറഞ്ഞ രാജൻ. വർഗീസ് ഒരു ജപ്പാൻ കമ്പനിയിലാണ് ജോലി.
ഇത് കേട്ടാത്തൊന്നും വലിയ ആളാണെന്ന്. തെറ്റിദ്ധരിക്കണ്ട, ജോലി ഡ്രൈവർ. ഇവിടെ ഡ്രൈവറായി ജോലി കിട്ടുന്ന പരമഭാഗ്യം. ഞാൻ 3 തവണ ടെസ്റ്റ് കൊടുത്തതാ. ബാപ്പുട്ടി തലശ്ശേരിക്കാരനാണ്. ഒരു സൂപ്പർ മാർക്കറ്റിലാണ് ജോലി. അവിടെയുള്ള 4 പേരും തലശ്ശേരിക്കാരാണ്. അപ്പുറം നിങ്ങൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കല്ലേ? ഞമ്മക്ക് ഉള്ളത് കൊണ്ടൊക്കെ ഇവിടെ കയ്യാന്ന്. ഇന്ന് മുതൽ രാജന്റെ ചാർജ് കുട്ടനായർക്കാണ്. പിന്നെ രാജന് അത്യാവശ്യം വല്ലതും വാങ്ങിക്കാനുണ്ടാ? വല്ല ബ്രസ്സാ, പേസ്റ്റാ, ബനിയനാ? ഇപ്പോഴൊന്നും വേണ്ട മമ്മുക്ക. ശരി, വല്ലം വെച്ചുണ്ടാക്ക പഹേരെ. ഞമ്മള് വൈകിട്ടേ വരുള്ളൂ. ഒഴിവു ദിവസങ്ങളിലാണ് മമ്മൂക്കയുടെ രാജ്യഭരണം. ചിലർക്ക് ഫ്ലാറ്റ് അന്വേഷണം, വലിയമാന്മാരുടെ വീടുകളിൽ കുശലപ്രശ്നം, പഴയ പ്രജകളൊക്കെ നന്നായി കഴിയുന്നു മേൽനോട്ടം. കിട്ടാക്കുറ്റി പിരിപ്പിക്കല്. അക്കാര്യം കണക്കാണ്. പറ്റിക്കുന്നവനാണെന്ന് പറഞ്ഞാൽ പോലും 4 പയ്യാരം കേട്ടാ ആരുടെ കടം വാങ്ങിച്ചെങ്കിലും കൊടുക്കും. ഒട്ടുമുക്കാലും അത് കിട്ടാത്ത കുറ്റി തന്നെയാണ് കിടക്കുന്നത്. ഇന്നത്തെ പ്രധാന അജണ്ട രാജന്റെ ജോലിക്കാര്യമാവും. ഗ്രാജുവേറ്റ് ആണോ? മുഴുമിച്ചില്ല. MA-ക്കാരും BA-ക്കാരും കണ്ടക്ടർ പണി പോലും കിട്ടാതെ ഉഴരെയാണ് അത്ര നാട്ടിൽ. ഈ ഡിഗ്രിക്ക് ഇവിടെ വലിയ വിലയൊന്നുമില്ല. 6ാം ക്ലാസിന്റെ ഡിഗ്രിയും കൊണ്ടാണ് ഞാൻ ഇറങ്ങിയത്. മഴക്കാലത്ത് ഏറും ഷർട്ട് ഉണങ്ങില്ല. എന്നെ നാറുന്നു എന്ന് പറഞ്ഞ് മാറിയിരുന്ന ഒരു ചെറുക്കനെ ഞാൻ തല്ലി. സ്കൂൾ മാനേജറുടെ മകനായിരുന്നു ചെക്കൻ. ഹെഡ്മാസ്റ്ററുടെ ഡിസ്മിസൽ, അച്ഛന്റെ വക പുതിര തല്ല്. കുട്ടേട്ടൻ ഒരു കഥാപാത്രമാണ്. ബാക്കിയുള്ള കഥാപാത്രങ്ങളൊക്കെ ഇപ്പൊ എഴുത്തും. ഒരു പ്രേമരോഗി, ഒരു പാട്ടുകാരൻ, എഴുതാത്തൊരു മഹാകവി. ആ, കവി വന്നല്ലോ. എഴുതും, ഇപ്പോഴല്ല. ഇദ്ദേഹം ഭാവിയിലെ RK വാരാപ്പുഴയാണ്. പക്ഷേ ഇപ്പൊ വെറും രാമൻകുട്ടി. ആ, രാജ്യം വിശ്രമിക്കും. മമ്മൂക്ക് എന്തെങ്കിലും വഴി കാണാതിരിക്കില്ല.